ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇന്ന് മധുരക്കിഴങ്ങും പിന്നെ ബീട്രൂട്ടും കൂടെ നമ്മുടെ ആവിയിൽ വേവിച്ചെടുത്ത് നല്ല അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. പിന്നെ ഇത് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആണ് കേട്ടോ. ഒരു കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലിക്കുട്ട് വന്നെടുത്ത് കുറച്ച് വെള്ളം നിറച്ചൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നല്ല ക്ലീൻ ആക്കി വെച്ചേക്കുന്ന മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ, സ്വീറ്റ് പൊട്ടറ്റോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബീറ്റ്റൂട്ട് കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. അപ്പം അതും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ദാണ്ടെ ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ് ഞാൻ വെക്കുന്നത്. അത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെയും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് അവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ദാണ്ടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദാണ്ടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും ബീറ്റ്റൂട്ടും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഞെക്കി നോക്കുമ്പോഴേക്കും നന്നായിട്ട് ഇങ്ങനെ അമിങ്ങി വരും കേട്ടോ. അല്ലെങ്കിലും ഈ സ്വീറ്റ് പൊട്ടറ്റോയ്ക്കൊന്നും അധികം വേവൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും. ബീറ്റ്റൂട്ടും ഒന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എടുക്കാം ഇത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ ദാണ്ടെ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ആ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. ഈ സ്വീറ്റ് പൊട്ടറ്റോടൊക്കെ തൊലിയൊക്കെ ജസ്റ്റ് ഒന്നങ്ങ് തൊടുമ്പോഴേക്കും ഇളകി അങ്ങ് വരുന്നുണ്ട്. ഇതുപോലെ തൊട്ടാൽ മതി. അതാണ്ട് ഞാനെല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയിടാം. ബീറ്റ്റൂട്ട് ഞാൻ മാറ്റി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ മാത്രം ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നങ്ങ് സ്മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് നുടച്ചെടുക്കണം. സ്മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ എന്തോ ആയാലും മതി. ജസ്റ്റ് ഒന്നങ്ങ് ഉടച്ചെടുക്കാം. അതാണ് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് ആയി കിട്ടും കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ വേവിച്ചെടുത്ത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് സവാള ഞാനൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വലിയ സവാളയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം എടുത്താൽ മതി. ഇതൊരു ചെറുതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം മൊത്തം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് വല്ലതും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ഗോതമ്പ് മാവ് ഞാൻ ചേർക്കുന്നുണ്ട്. ഗോതമ്പ് മാവിന് പകരം നിങ്ങൾക്ക് റവ ചേർത്ത് കൊടുക്കാം, അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ഇത്രയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈവച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാം. ഇതിലൊരു 2 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കഴിക്കാം കേട്ടോ. കണ്ടോ ഇത് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഞാനൊരു കട്ട്ലറ്റിലും അത്യാവശ്യം വലുതായിട്ട് ഒരു ഷേപ്പിലാണ് ഇത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഞാനിങ്ങനെയാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇനി അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുക്കാം. പിന്നെ കുട്ടികൾക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അറിയേയില്ല കേട്ടോ. അറിയാതെ അങ്ങ് കഴിച്ചോളും. അപ്പം ദാണ്ടെ ഞാനൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒന്ന് എടുത്തേക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്നങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദാണ്ടെ ഞാനിങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ദാണ്ടെ എല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിന് ജസ്റ്റ് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അതിന് ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനിയിപ്പോൾ ബട്ടർ ചേർക്കാം. ഇതൊക്കെ ചേർക്കാം കേട്ടോ. വളരെ കുറച്ച് ഓയിൽ ചേർത്താൽ മതി. ഇനി ഓരോന്നും നമുക്കൊന്ന് എടുത്ത് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം.
ഇപ്പോൾ ദാണ്ട എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കണ്ടോ. ആ സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മാറ്റി മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ദാണ്ടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഡിന്നർ എന്ന് പറയാം. എന്തോ ആയാലും നല്ല ടേസ്റ്റിയാണ്. പുറത്തൊക്കെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. കണ്ടോ ആ കളറൊക്കെ കണ്ടോ ഭയങ്കര അട്രാക്റ്റിംഗ് ആണ്. പിന്നെ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഒന്നും അധികം ഇഷ്ടമല്ലാത്തവർക്ക് കഴിക്കാൻ വേണ്ടി വേറൊരു ഐഡിയ ഉണ്ട്. ഇതിൻ്റെ കൂടെ ചെറിയൊരു ഡ്രസ്സിങ്ങും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴ് 1 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1½ ടീസ്പൂണോളം ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈരിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് ഇത് അതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോഴാണെങ്കിൽ ഈ സ്വീറ്റ് പൊട്ടറ്റോവും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ വരെ കഴിച്ചു പോവും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ റെഡിയാക്കിയ ഡ്രസ്സിങ്ങും കൂടെ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് ഒരുപാട് തണുക്കുന്ന വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റ്. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.